എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ഓണത്തിലേക്ക് സ്വാഗതം. ഒരു പ്രത്യേകതയുള്ളത്, ഇവർ അവരുടെ ഓർമ്മകൾ മാത്രമായി വിറയ്ക്കുകയല്ല ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് പാട്ടുകാർക്കൊപ്പമാണ് ഈ ഓണക്കാലം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. ഒന്ന് നമ്മളുടെ പ്രിയപ്പെട്ട അലോഷി, മറ്റൊന്ന് കേരളത്തിൻ്റെ പുതിയ വാനമ്പാടി നിത്യ. രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. അവർക്കൊപ്പമാണ് നമ്മൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ഇല്ലാത്ത, എക്സ്ക്ലൂസീവുകളില്ലാത്ത, ഞെട്ടിപ്പിക്കലുകളില്ലാത്ത ഒരു ഓണ ആഘോഷത്തിലേക്ക് സ്വാഗതം. ക്യാബിനറ്റ് ഓണം. ആ രണ്ട് രംഗങ്ങളും പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രതിസ്പന്ദമാണ്. അപകടകരമല്ലാത്ത വിധം മറുപടി പറഞ്ഞു. തളരുക എന്നല്ലാതെ നമുക്കൊരു ഹരിവ് സിദ്ധാന്തം അറിയാം. പ്രയോഗത്തിന്റെ ആളാണ്. ഓണം എന്ന് പറയുമ്പോൾ സന്തോഷമാണോ വരിക, ദുഃഖമാണോ വരിക? സമ്മിശ്രമാണ് എന്ന് പറയാം. അറിയാത്ത ഒരുപാട് കഥയുണ്ട് എന്നെ പറ്റി പറയുന്നത് അതൊന്നുമല്ല, ഒറിജിനൽ. ശർക്കര വരട്ടി, ഉപ്പേരി, പിന്നെ അത് ആർക്കും കഴിക്കാൻ പറ്റൂലേ. ഉണ്ടാക്കി തന്നെ നമ്മൾ റെഡി കാശ് 2.5 ലക്ഷം കോടി രൂപ കയ്യിലുള്ള ഒറ്റയാളുകൾ മെസ്സി ഇരിക്കുന്നുണ്ട്. അതെ അതെ, മെസ്സി വരും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ കസേരകളിയാണോ ബുദ്ധിമുട്ട്? കസരകൾ കാണുന്നതേ ഉള്ളൂ. കൂടുതൽ ട്രോളും ഏറ്റവും കൂടുതൽ തോന്നിവാസവും എഴുതിയിട്ടുള്ളത് എനിക്കെതിരായിട്ടാണ്. ഓർമ്മിപ്പിക്കല്ലേ. എല്ലാ ദിവസവും പൊളിവചനമാണ്. 1 മണിക്കൂറിനകം പൊളിഞ്ഞു പോകുന്ന പൊളിവചനങ്ങളുമാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഈ പ്രണയഗാനങ്ങൾ പാടുന്ന ഒരു നായികയുണ്ട്. ആ നായിക എന്റെ ജീവിതത്തിലെ നായികയായിപ്പോ. അടുത്ത കാലത്ത് ഈ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് ശ്രീ ശിവൻകുട്ടി ഇരിക്കുന്നൊരു കാലം വളരെ ഗംഭീരമായിട്ട് അത് ആഘോഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്കറിയാം, ഇപ്പോൾ മിനിസ്റ്റർ മന്ത്രി അപ്പൂപ്പനാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു മന്ത്രിയെയും പിള്ളേരങ്ങനെ വിളിച്ചിട്ടില്ല. മന്ത്രി അപ്പൂപ്പൻ എന്നാണ്. പിള്ളേർക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ അവധി ദിവസങ്ങളിൽ ധരിച്ചോട്ടെ എന്നൊക്കെയുള്ള വളരെ ഉദാരമായ സമീപനമൊക്കെ കൊണ്ട് പിള്ളേർ കൈയടിച്ച മന്ത്രി അപ്പൂപ്പൻ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ്റെ വിശേഷങ്ങൾ കൂടി അന്നത്തെ ഒരു കാലം ഉണ്ടല്ലോ, പിള്ളേരോണത്തിൻ്റെ കാലം, അത് മിനിസ്റ്റർ പറയും. മിനിസ്റ്റർ, മന്ത്രി അപ്പൂപ്പനാണ് കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിള്ളേർ കൈയടിച്ചു മിനിസ്റ്ററുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ കേട്ട്. അപ്പോൾ ഈ ഓണം വരുമ്പോൾ അന്നത്തെ ഒരു കാലം ഉണ്ടല്ലോ, മിനിസ്റ്ററുടെ ഒരു കുട്ടിക്കാലവും തിരുവനന്തപുരത്തിൻ്റെ ഒരു യൗവനകാലവും ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മിനിസ്റ്റർ ഓർമ്മിക്കുന്നത്? ഞാൻ നോക്കിയിരുത്തില്ല, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ അന്നും ഓണസദ്യ ഉണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും പുതിയ വസ്ത്രങ്ങൾ എടുത്തു തരും. അയൽവക്കത്ത് കളിക്കാൻ വേണ്ടി പോകും. 2-3 ദിവസം സ്വാതന്ത്ര്യം ഉണ്ടാവും വീട്ടിൽ. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരുടെ വീടുകളിലൊക്കെ ഈ ഒരുപാട് കറികളും സദ്യയും അത്തരം കാര്യങ്ങളൊക്കെ ഓണത്തിന് മാത്രമായിരിക്കും. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ഈ ചാനലുകൾ അതുപോലുള്ള സോഷ്യൽ മീഡിയ അവരാണ് ഓണം ആഘോഷിക്കുന്നത്. അവരെ ആഘോഷിപ്പിക്കുകയാണ് ഒരർത്ഥത്തിൽ. അതെ. പക്ഷേ ടെലിവിഷൻ്റെ മുമ്പിലും മൊബൈൽ ഫോണിൻ്റെ മുമ്പിലും പിള്ളേർ പെട്ടുപോകുന്നതായിട്ട് മിനിസ്റ്റർക്ക് തോന്നാറില്ലേ? അത് തോന്നാറുണ്ട്. അതിന് എതിരായും അതിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചരണമൊക്കെ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് സുംബ കൊണ്ടുവന്ന് ആൾക്കാരെ സാമ്പയാക്കി മാറ്റി ഒരു കാലത്ത് അല്ലേ, സുംബ ഡാൻസൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾ നല്ലൊരു കാര്യമായിരുന്നു, നമ്മളൊക്കെ കൈയടിച്ചൊരു കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിനിസ്റ്റർ എന്ന ഇപ്പം മേയർ എന്ന നിലയിലുണ്ടായിരുന്നു, അതേപോലെ പല വകുപ്പുകളും മിനിസ്റ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട്, അതായത് തലവേദനയാണ് എന്ന് തോന്നി അങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടോ? എല്ലാ വകുപ്പിനും അതിൻ്റെതായ തലവേദനയുണ്ട്. ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ തലവേദനയുണ്ട്, MP രാജേഷിന് അതിൻ്റെതായ തലവേദനയുണ്ട്, തദ്ദേശ സ്വയംഭരണത്തിന്, പിന്നെ വനംവകുപ്പ് മന്ത്രിക്ക് അതിൻ്റെതായ തലവേദന, കൃഷിമന്ത്രി, എല്ലാ വകുപ്പിനും അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും. ഈ മിനിസ്റ്റർക്ക് അങ്ങനെ തോന്നാറുണ്ടോ? രാജേഷ് മിനിസ്റ്റർക്ക് ഇതൊരു, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞ പോലെ തദ്ദേശ വകുപ്പിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ പോലും ഈ പ്ലാസ്റ്റിക് പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിലപാടെടുത്തിരുന്നു മിനിസ്റ്റർ. വിമർശനങ്ങൾ വരുന്ന സമയത്ത് മിനിസ്റ്റർക്ക് എങ്ങനെ തോന്നുന്നത്? പൊതുവെ ഇപ്പോൾ വിമർശനങ്ങളല്ല, സത്യത്തിൽ വിമർശനങ്ങൾക്ക് നമുക്ക് മറുപടി പറയാം. ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, അത് സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിൽ പോലും അതാണ് കാണുന്നത്. ഇപ്പം മുമ്പൊക്കെ അതിൽ ഒരു വിഷമം തോന്നുമായിരുന്നു. ഇപ്പം അത് ബാധിക്കാറില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, പലതും അല്പായുസാണല്ലോ. ഈ പണ്ട് നമ്മൾ മാവേലിയെ കുറിച്ച് പറയുമ്പം പൊളിവചനം ഇല്ല എന്നുള്ളതാണല്ലോ അക്കാലത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ പൊളിവചനമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ എല്ലാ ദിവസവും പൊളിവചനമാണ്. 1 മണിക്കൂറിനകം പൊളിഞ്ഞു പോകുന്ന പൊളിവചനങ്ങളുമാണ്. അങ്ങനെ പറയാം. അതെ, അങ്ങനെ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ അടുത്ത കാലത്തായിട്ട് ശിവൻകുട്ടി മിനിസ്റ്റർക്ക് വലിയ ഹ്യൂമർ സെൻസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ട്രോളുകളാണ് എല്ലാവരും, പക്ഷെ കൃത്യമായ സ്ഥലത്ത് മിനിസ്റ്റർ കൊണ്ടടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രോളും ഏറ്റവും കൂടുതൽ തോന്നിവാസവും എഴുതിയിട്ടുള്ളത് എനിക്കെതിരായിട്ടാണ്.
എഴുതിയവരെഴുതി തളരുക എന്നല്ലാതെ നമുക്കൊരു അരിവ് ഞാനൊരു കാര്യം മിനിസ്റ്റർ വർഷമില്ലെങ്കിൽ ഓപ്പണായി ചോദിച്ചോട്ടെ, കാര്യം മിനിസ്റ്റർ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണല്ലോ. അന്ന് നിയമസഭയിൽ നടന്ന ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ വിഷ്വലൊക്കെ എടുത്ത് ആൾക്കാർ ട്രോളെന്ന് കാണുമ്പോൾ വിഷമം വരാറുണ്ടോ? എനിക്കതിനൊരു വിഷമമില്ല. ഞാൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ തീരുമാനിച്ചു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. അത് നീ സ്വീകരിക്കും. അതിന്റെ പേരിൽ എനിക്ക് ജനപിന്തുണയൊന്നും കുറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. ശരിയാ. ഇതിനിടയിൽ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ അതിന് വളരെ കൂളായിട്ട് എങ്ങനെ സമീപിക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തെ ചൂണ്ടിക്കാണിച്ചുള്ള തമാശകളുണ്ട്. അതെ, അത് നമുക്ക് വളരെ വിഷമകരമായി വിഷമം വരും. വന്ന് നമുക്ക് ടെലിവിഷനിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ ആരോഗ്യം പോലും എടുത്ത് വിമർശിക്കുന്ന രീതിയിലത്തേക്ക് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം വളർന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. അത് നമ്മളൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ആരോഗ്യകരമായ വിമർശനം വ്യക്തികളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിമർശനം ആവരുതല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ, അപ്പോൾ നമുക്ക് ഈ ഓണത്തിൻ്റെ സെലിബ്രേഷനിൽ ഈ റേഡിയോ ഒക്കെ കേട്ടൊരു കാലം ഓർമ്മയുണ്ടാവുമല്ലോ. റേഡിയോ നാടകമാണെങ്കിലും റേഡിയോ പാട്ടൊക്കെ ആണെങ്കിലും ഒരു കാലം, TV ഒക്കെ വരുന്നതിന് മുമ്പ് നാടകഗാനങ്ങൾ ഇഷ്ടമാണ്. സാംബശിവന്റെ കഥാപ്രസംഗം ഇഷ്ടമാണ്. പിന്നെ ഡെസ്റ്റിമോണ, അതെ സിനിമ കാണാറുണ്ട്.